ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരുപാട് കാലത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ മാങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എണ്ണമാങ്ങയുടെ റെസിപ്പിയാണ്. എണ്ണമാങ്ങ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വലിയ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോയോളം തൂക്കം വരുന്നുണ്ട്. മാങ്ങ നല്ലതുപോലെ തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞ് ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. മാങ്ങ മുറിച്ചെടുക്കുമ്പോൾ തീരെ കനം കുറച്ച് മുറിച്ചെടുക്കരുത്. ഈ ഒരു പരുവത്തിനെങ്കിലും മുറിച്ചെടുക്കണം. ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് മാങ്ങയിലെ ജലാംശമൊക്കെ പോകുമ്പോൾ മാങ്ങ നന്നായിട്ട് അങ്ങോട്ട് ചുരുങ്ങും. ഈ മാങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 200 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലെണ്ണ മാത്രം ഉപയോഗിക്കുക. നല്ലെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ച് ഇത് തയ്യാറാക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 കൈപ്പിടിയോളം എരിവില്ലാത്ത വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഈ ചുരുങ്ങിയിരിക്കുന്ന വറ്റൽമുളക് നന്നായിട്ട് തന്നെ വീർത്ത് വന്ന് ചെറിയൊരു നിറമൊക്കെ മാറി ഒരു കിലുകിലാ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങുന്നത് വരെ നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 മാങ്ങ ഉപയോഗിച്ചിട്ടാണ് എണ്ണമാങ്ങ തയ്യാറാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്ര മാങ്ങയുണ്ടെങ്കിലും അത് മുഴുവൻ ഉപയോഗിച്ചും എണ്ണമാങ്ങ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് പൊടികളുടെ അളവിൽ മാറ്റം വരുത്തിയാൽ മതിയാകും. വറ്റൽമുളകെല്ലാം ഇപ്പോൾ നല്ലതുപോലെ തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനും ഒന്നിച്ചിട്ട് പൊരിച്ചെടുക്കാതെ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാങ്ങ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാടങ്ങ് കരിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട. മാങ്ങയിലെ വെള്ളമയം മാറി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാങ്ങകളെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഞാനിവിടെ മുഴുവൻ മാങ്ങയും ഇതുപോലെ പൊരിച്ചെടുത്തതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം പച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. അതുകൊണ്ട് 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഈ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് തനിയെ പൊട്ടാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ മൂത്ത പാകം എന്ന് പറയുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഉലുവയൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പാൻ്റെ ചൂട് മാറുമുന്നേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താലും മതിയാകും. ഇനി ഈ ഉലുവയും കടുകും നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന വറ്റൽമുളക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചൂടാക്കി പൊടിച്ചെടുത്തിരിക്കുന്ന ഉലുവയുടെയും കടുകിൻ്റെയും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും കൂടി രണ്ടും മിക്സാക്കി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങ പൊരിച്ചെടുത്തപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. മാങ്ങയുടെ അളവിനനുസരിച്ചുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഈ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം മാറി നല്ലൊരു മൂത്ത മണം വരുന്നത് വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് നിറമൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാങ്ങയും മസാലപ്പൊടിയും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് മാങ്ങയിലേക്ക് മുഴുവൻ മസാലപ്പൊടിയും നന്നായിട്ട് പറ്റുന്ന രൂപത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം മാങ്ങയിലേക്ക് നല്ലതുപോലെ തന്നെ എണ്ണയൊക്കെ പിടിച്ച് കിട്ടും.
ഇനി അഥവാ മാങ്ങ ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത് അതേ എണ്ണയിൽ നിന്നും 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും. 1-2 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇതുപോലെ തന്നെ മാങ്ങയിലേക്ക് മുഴുവൻ മസാലപ്പൊടിയും നന്നായിട്ട് പിടിച്ചു കിട്ടും. മാങ്ങയിലേക്ക് ഇതുപോലെ നന്നായിട്ട് മസാലപ്പൊടികളൊക്കെ പിടിച്ച് കിട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പോഴേക്കും എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാവുന്നതാണ്. എണ്ണമാങ്ങ തയ്യാറാക്കിയതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കഞ്ഞിക്കും ചോറിനും ഇതിൽ നിന്നും ഒരൊറ്റ കഷ്ണം മാങ്ങ മാത്രം മതിയാകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ എണ്ണമാങ്ങ. ഇപ്പം മാങ്ങാ സീസണൊക്കെ അല്ലേ, അതുകൊണ്ട് ഈ സമയത്ത് ഇത് തയ്യാറാക്കി വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് കേടുകൂടാതെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാ കൂട്ടുകാരും തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.